കർഷകരുടെ ദില്ലി ചലോ ആദ്യ ദിവസം തന്നെ സംഘർഷഭരിതമാവുകയാണ്. 200-ലധികം കർഷക സംഘടനകളാണ് പഞ്ചാബ്, ഉത്തർപ്രദേശ് വഴി ഹരിയാനയിലൂടെ ദില്ലിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ദില്ലിയിലേക്ക് പോകുന്നത് തടയാൻ അംബാലയിൽ കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് ഷെൽ പ്രയോഗിച്ചു. താങ്ങുവില നിയമം നടപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക പ്രക്ഷോഭം. 2020 തുടങ്ങി ഒരു വർഷം നീണ്ട കർഷക സമരം മോദി സർക്കാരിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തുടങ്ങിയ കർഷക സമരം തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന ആശങ്കയിലാണ് കേന്ദ്ര സർക്കാർ. പരിശോധിക്കാം, ട്രെൻഡ് മാറ്റുമോ കർഷക സമരം? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇടത് സഹയാത്രികൻ, അലക്സ് സുനിൽ കോൺഗ്രസ് പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്, JR പത്മകുമാർ BJP, ഡോക്ടർ വർഗീസ് ജോർജ് RJD തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ അലക്സ് സുനിൽ, എത്ര കണ്ട് കർഷകർ ഒരുപക്ഷെ 2020 സമാനമായ സമരത്തിനാണോ ഇപ്പോൾ ഒരുങ്ങുന്നത്? എനിക്ക് തോന്നുന്നത് ആ സമരത്തിലൊക്കെ അതിലൊക്കെ വലിയൊരു സമരമാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം അന്നത്തെ സാഹചര്യം നമുക്കെല്ലാം അറിയാമായിരുന്നു. അതിവിടെ ഒരു ചെറിയ സമരത്തിൽ ആരംഭിച്ച് അതുകൊണ്ട് രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ ഡൽഹിക്ക് പോയത്. അപ്പോൾ അപ്പോഴേക്കും ആദ്യം സമരം ചെയ്തവരുടെയൊക്കെ സമരവീര്യമൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ വളരെ കുറച്ചാണ് ഡൽഹിക്ക് അന്ന് പോയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി കർഷകർ ഒറ്റയടിക്ക് ഡൽഹിയിലേക്ക് നേരിട്ട് നീങ്ങുകയായിരുന്നു. ഒരുപക്ഷെ എനിക്ക് പറയേണ്ടി വരും, തലസ്ഥാന നഗരിയിലോട്ട് ഈ കർഷകരെല്ലാം കൂടെ ഇരമ്പി കയറി ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ കണ്ട് ഭയന്നിട്ടാവാം BJP സർക്കാർ ഇത് ഇടയ്ക്ക് വെച്ച് തന്നെ പാകിസ്ഥാൻ അതിർത്തി പോലെ വലിയ കോൺക്രീറ്റ് മതിലുകളും മുള്ളുവേലികളും അള്ളുകളും ഒക്കെ വെച്ച് തടയാൻ ശ്രമിച്ചത്. ആ സമരത്തിന്റെ ഭീകരത കണ്ടുകൊണ്ട് തന്നെ, ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഷേധ രോഷം ഭയന്നിട്ട് തന്നെയാണ് അവര് ഇത്രയും വലിയൊരു സന്നാഹമൊരുക്കി കർഷകരെ തടയുന്നത്. അതിഗംഭീരമായ ഒരു സമരത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നോക്കൂ അലക്സ്, ഇവിടെ ഹരിയാന വഴിയാണ് സാധാരണഗതിയിൽ കർഷകർ ദില്ലിയിലേക്ക് കടക്കാറുള്ളത്. ഹരിയാന അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇന്ന് തന്നെ പലയിടത്തും ടിയർ ഗ്യാസ് ഷെൽ പ്രയോഗം നടത്തിയിരിക്കുന്നു ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി. ഇനിയിപ്പോൾ ഡ്രോണുകളിലെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് പരീക്ഷണം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, അതിർത്തി അടച്ചു; രണ്ട്, എങ്ങനെയാണ് കർഷകരെ ഡൽഹിയിൽ എത്തിക്കാതിരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് BJP ഭരിക്കുന്ന ഹരിയാന സർക്കാർ നല്ല ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. സർ, അതൊക്കെ ശരിയാണ്. നികേഷ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പഞ്ചാബിലെ കർഷകർ, അതായത് ഇന്ന് വരെ ഒരു കാര്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ഭരണകൂടമാണ് നമ്മളിത് കണ്ടിരുന്നത്. ഒരു കാരണവശാലും യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത ഒരു ഭരണകൂടം ഡൽഹിയിലെ സമരത്തില് എടുത്ത നടപടി നമ്മൾ കണ്ടതാണ്. കർഷകർക്ക് മുന്നിൽ വളരെ ദയനീയമായി നാണം കെട്ട് മുട്ടുമടക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് ഡൽഹിയിൽ. അവര് സഹിച്ചു, അത് ശരിയാണ്. പലരുടെയും ജീവൻ വെടിഞ്ഞു, അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി, ഒക്കെ ശരിയാണ്. പക്ഷേ ആഫ്റ്റർ ഓൾ എല്ലാത്തിനും മുകളിൽ അവർ വിജയം കണ്ടിട്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ കർഷകർ പോകുന്നില്ല. തീർച്ചയായും ദയവായി തുടരുക. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താൻ ഒരിക്കൽ കൂടി ശ്രീ JR പത്മകുമാർ, നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് 2020 വീര്യത്തോടുകൂടി പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ഇപ്പോൾ ഹരിയാന വഴി ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്. സമാനമായ സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വിധത്തിൽ ഒന്ന് കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും. ഭരണ നേതൃത്വത്തിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിച്ചേക്കാം, പ്രത്യേകിച്ച് പശ്ചിമ UPയിലും മറ്റുമൊക്കെ. അല്ല, അതാണല്ലോ ഉദ്ദേശം. ഇതിലൊരു കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങളോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ അല്ലല്ലോ. ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പാവപ്പെട്ട കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഇങ്ങനെ കേന്ദ്രവിരുദ്ധ സമരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് ആദ്യം കുറെ കർഷകർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിലും അത് എക്കാലവും അത് നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. RSSന്റെ അഫിലിയേഷനുള്ള RSSുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ ഉൾപ്പെടെ 200-ലധികം സംഘടനകളാണ്. അവരെയോ അങ്ങനെയാണോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ?
അല്ല, കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഏത് ഭരണകൂടം ഭരിക്കുമ്പോഴും അവർക്ക് കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അതിന് സമരം നടത്തുവാനും ഉള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് പരിധി വിട്ട് അക്രമാസക്തമായി ആ അക്രമത്തിലൂടെ മസിൽ പവറിലൂടെ ഒരു ഭരണകൂടത്തെ ഞങ്ങളെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഗവൺമെൻറ് ഇടപെടുക. കഴിഞ്ഞ 2020 അനുഭവം അതാണ്. ആ രീതിയിലൊരു ശ്രമം നടത്തിയുണ്ടായി. അപ്പോൾ ഇപ്പോൾ വളരെ കാലകൂട്ടി തന്നെ അതിൻ്റെ ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. അവരെ പരമാവധി ഗവൺമെൻറ് ഇപ്പോൾ ഒരു വട്ടം ഫെബ്രുവരി 8 ചർച്ച നടത്തിയിരുന്നു. 2 12 ചർച്ച നടത്തി. ഇനിയും ചണ്ഡീഗഡിൽ വെച്ചിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. 2020 കർഷക സമരം 1 വർഷം നീണ്ടുനിന്നു. 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യ ആവശ്യമെങ്കിലും ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യുക എന്ന ആവശ്യവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന 3 കർഷക നിയമങ്ങളും പിൻവലിച്ചു കഴിഞ്ഞതിന് ശേഷവും ഡൽഹിയിൽ നിന്ന് സമരക്കാർ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് മന്ത്രിമാർ എഴുതി നൽകിയത് MSP ലീഗലൈസ് ചെയ്യാം എന്ന്. നോക്കൂ, ഇപ്പോ അവസാന പാർലമെന്റ് സമ്മേളനം കൂടി പിന്നിട്ടിരിക്കുന്നു. അപ്പോ അവരോട് വിശ്വാസവഞ്ചന കാണിച്ചതല്ലേ ഈ സർക്കാർ? അത് തന്നെയാണ് അവരാവശ്യം ഉന്നയിച്ച 3 നിയമങ്ങൾ ഞങ്ങളത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കർഷകർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നുപോലും കർഷകർക്ക് ദ്രോഹിക്കുന്നതല്ല. ഈ ഏജന്റുകളെയും ഈ കർഷകരെ കൊള്ളയടിക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥ കർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്നുള്ള രീതിയിൽ 3 നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനകത്ത് MSP എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ആ 3 നിയമം അവരെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വലിയ രീതിയിൽ കർഷക സമരം ഉണ്ടായ സമയത്ത് ഗവൺമെൻറ് അതിനെക്കുറിച്ചൊരു പുനരാലോചന നടത്തി വീണ്ടും കർഷകരെ അതിനെ ബോധ്യപ്പെടുത്താനൊരു ശ്രമമൊക്കെ നടത്താമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടാണ് അവർ സബ്സിക്വൻ്റ് ആയിട്ട് MSPയുടെ പ്രശ്നം വന്നത്. MSPയുടെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 6ഓളം റാബി ക്രോപ്സുകൾക്ക് അവരുടെ MSP വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ MSP നെല്ലിനായാലും നമ്മുടെ ഗോതമ്പിനായാലും കൊടുത്തിട്ടുള്ള NDA ഗവൺമെന്റ് മണ്ഡി സിസ്റ്റത്തിൽ MSP ഉണ്ട്. നോക്കൂ, മണ്ഡി സിസ്റ്റത്തിൽ MSP ഉണ്ട്. ആ MSP ലീഗലൈസ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ്. ഒന്ന് കേൾക്കൂ സർ. അതായത് എന്താ 3 കാർഷിക നിയമങ്ങളിൽ മണ്ഡി സിസ്റ്റം എടുത്തു കളയാൻ വേണ്ടിയായിരുന്നു. ആ 3 കാർഷിക നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് എതിർപ്പുണ്ട്. അവർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് ആ 3 നിയമങ്ങൾ എടുത്തു കളഞ്ഞു. ഇനി അത് വിടുക, അതില്ലല്ലോ. അത് ഏതായാലും പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. കേൾക്കൂ സാർ, ആ MSP എന്ന് പറയുന്നത് അതിന് ഒരു നിയമപരമായ പ്രാബല്യമില്ല. ആ നിയമപരമായ പ്രാബല്യവും അന്നത്തെ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ടും കർഷകര് ദില്ലിയിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാകാതിരുന്നത്. അപ്പോഴാണ് മന്ത്രിമാർ പോയി എഴുതി കൊടുത്തത് MSPയുടെ ലീഗലൈസ്ഡ് ഫോർമാറ്റ് ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാമെന്ന്. പക്ഷെ അത് നടപ്പാക്കിയില്ല. അത് അവസാന പാർലമെന്റ് വരെ കാത്തുനിന്നു, നടപ്പാക്കുന്നില്ല. താങ്കൾ പറഞ്ഞത് മണ്ഡി സിസ്റ്റം എടുത്തു കളഞ്ഞു, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ അല്ലല്ലോ. മണ്ഡി സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ കർഷകർക്ക് അവർക്ക് മണ്ഡി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളി ആയിരുന്നു. അവരുടെ മാത്രമേ കർഷകർക്ക് സാധനങ്ങൾ വിൽക്കാൻ കഴിയൂ. അത് മാറ്റിയിട്ട് മണ്ഡി സിസ്റ്റത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോയി വിൽക്കാം, ഇല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കാം എന്നുള്ള സൗകര്യം കൂടി ആണ് ആ നിയമത്തിൽ കൊടുത്തത്. അല്ല മണ്ഡി സിസ്റ്റം എടുത്തു കളഞ്ഞു എന്നുള്ളൊരു താങ്കളുടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ അവതരണം തെറ്റിദ്ധാരണജനകമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2, ആ MSPയെ സംബന്ധിച്ചിടത്തോളം അത് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരണമല്ല. ഗവൺമെൻറ് അന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം ഇതിനെ സംബന്ധിച്ചൊരു എക്സ്പെർട്ട് കമ്മിറ്റികളെ നമ്മുടെ അഗ്രികൾച്ചർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ജൂലൈ 2012 2022 സഞ്ജയ് അഗർവാൾ ചെയർമാനായിട്ടും 29 കമ്മിറ്റികളെ നിയമിച്ചു. 4 റെപ്രസെൻറ്റേറ്റീവ് സ്റ്റേറ്റുകളിൽ നിന്നും 4 റെപ്രസെൻറ്റേറ്റീവ് സെൻട്രലിൽ നിന്നും ഇവരെയൊക്കെ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്തും അത് വരുന്നത് വരെ ഇപ്പോൾ MSP കൂട്ടിയിട്ടുണ്ട്. താങ്ങുവില വരുന്ന പ്രശ്നം എപ്പോഴാണ്? അതൊരു സ്ഥിരമായി താങ്ങുവില അല്ലല്ലോ. ഒരു സ്ഥലത്ത് അത്യാവശ്യ സാധനങ്ങളുടെ വില, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വില കുറയുന്ന ഒരു സാഹചര്യത്തിൽ കർഷകരെ താങ്ങി നിർത്തുക എന്നുള്ളതാണ്. അവർക്ക് മിനിമം അവർ ഉൽപ്പാദന ചെലവിൻ്റെതുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്തു പോകുന്ന ഒരു വില അവർക്ക് വേണം.
അത് എല്ലാ കാലവും ഒന്നല്ല, അത് ഓരോ സമയത്തും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വീറ്റിൻ്റെയും 2023-24 നോക്കുമ്പോൾ വീറ്റിൻ്റെയും അതുപോലെ തന്നെ പാഡിയുടെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, MSP വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അത് സസൂക്ഷ്മം വീക്ഷിക്കുകയും ഓരോ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ആവശ്യമായി പത്മകുമാർ, താങ്കൾ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അനുമാനിക്കുന്നു. നോക്കൂ, ഇവിടെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്നതല്ല കർഷകരുടെ ആവശ്യം. ഈ താങ്ങുവിലക്ക് നിയമപരമായ പ്രാബല്യം വേണം എന്നുള്ളതാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ഈ പറയുന്ന നിങ്ങളിപ്പോൾ ഭാരതരത്നം നൽകിയിട്ടുള്ള MS സ്വാമിനാഥൻ്റെ ശുപാർശയാണ് താങ്ങുവിലക്ക് നിയമപരമായ പ്രാബല്യം. അതുകൊണ്ടാണ് MSP ലോ എന്ന ആവശ്യവുമായി നോക്കേ, ശരിയാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഓരോ വിളയുടെയും സർക്കാരിന്റെ പിന്തുണ തന്നെയാണ് ഈ താങ്ങുവില എന്ന് പറയുന്നത്. പക്ഷെ അതിന് നിയമപരമായ പ്രാബല്യം കർഷകരുടെ ആവശ്യം. ആ കമ്മിറ്റികൾ എന്ന് പറഞ്ഞാല് അത് അംഗീകരിക്കാനാകില്ല. കാരണം അവസാന ലോക്സഭ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലല്ലോ. ഒരു ഗവൺമെന്റ് സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു പാർലമെന്റ് തീരുമ്പോൾ തീരുകയല്ലോ, സർക്കാർ എന്നൊരു തുടർച്ചയാണല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് കർഷകരുടെ ന്യായമായ ആവശ്യം ഒരു സുപ്രഭാതത്തിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി പാസ്സാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് എക്സ്പെർട്ട് കമ്മിറ്റികളെ വെച്ചിട്ട് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ആ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷം അനുസൃതമായിട്ടൊരു നിയമം പാസ്സാക്കും. അത് ഞങ്ങൾ MSPക്ക് എതിരല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ MSP പാസ്സാക്കുന്നത് വരെ ഇപ്പൊ തന്നെ ഓരോ ഘട്ടത്തിലും അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി വരികയാണ്. അലക്സ് സുനിൽ, നോക്കൂ, ഇപ്പൊ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മണ്ടി എടുത്ത് കളയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? താങ്ങുവിലയുമില്ല, സർക്കാരിന്റെ സപ്പോർട്ടുമില്ല, സബ്സിഡിയും ഇല്ല എന്നുള്ള നിലയാണ്. അപ്പോൾ അത് കോർപ്പറേറ്റുകൾക്ക് വഴി തുറക്കും എന്നുള്ളതാണ്. കോർപ്പറേറ്റുകൾക്ക് വഴി തുറന്നാൽ എന്താ സംഭവിക്കുക? മണ്ടി സിസ്റ്റം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മണ്ടി സിസ്റ്റം പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഒരുപക്ഷെ കോർപ്പറേറ്റുകൾ മണ്ടി സിസ്റ്റം നൽകിയ വിലയോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതലോ ഒക്കെ നൽകുമായിരിക്കും. പക്ഷേ മണ്ടി സിസ്റ്റം തകർന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും കോർപ്പറേറ്റുകൾ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ വിലയ്ക്കനുസരിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നുള്ളത് ഒന്ന്. രണ്ട്, ഏത് വിള എവിടെ കൃഷി ചെയ്യണം എന്ന് പോലും കോർപ്പറേറ്റുകൾ തീരുമാനിക്കുമെന്നുള്ളതാണല്ലോ കർഷകരുടെ ആശങ്ക. ഇവിടെ ശ്രീ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ കമ്മിറ്റികൾ ആവശ്യമുണ്ട്, വിദഗ്ധ പഠനം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം കർഷകർ അതിന് വഴങ്ങാത്തത്? അതായത് ഇത് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് സംഭവിക്കുകയും പെട്ടെന്ന് ഒരു ചെറിയൊരു മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചില കോർപ്പറേറ്റുകൾ പഞ്ചാബിലെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന കർഷകരെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യിച്ച് നല്ല വില കൊടുത്ത് ഉരുളക്കിഴങ്ങ് വാങ്ങിയിരുന്നു. അതായത് പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനികൾ. എന്നിട്ട് അവർ തന്നെ സ്റ്റോർ ചെയ്തിട്ട് അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മാർക്കറ്റിൽ കിട്ടാതെ വരികയും നമ്മൾ 100 രൂപയും 80 രൂപയൊക്കെ കൊടുത്ത് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അത് ഇവിടെ മാത്രമല്ല പലയിടത്തും ചെയ്തിരുന്നു. അതേപ്പറ്റി സർക്കാരുകൾ സ്റ്റഡി നടത്തിയൊന്നും എനിക്കറിയില്ല. പക്ഷെ കർഷകർ ബോധവാന്മാരാകുകയും അവര് സാധാരണ മാർക്കറ്റിൽ വേണ്ട, അതായത് ഇവർക്ക് വേണ്ടത് ഒരു പ്രത്യേകതരം ഉരുളക്കിഴങ്ങാണ്. ആ ഉരുളക്കിഴങ്ങിന് പകരം പിന്നീട് പെട്ടെന്ന് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ കർഷകർ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അവര് വേറെ ഉരുളക്കിഴങ്ങുകൾ ഉത്പാദനം തുടങ്ങി. ഡയമണ്ട് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേരളത്തിലൊക്കെ വരുന്ന പൊട്ടറ്റോ ഒക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. ഒരുപക്ഷെ ഈ കർഷക നിയമം വന്നപ്പോൾ ആദ്യം തന്നെ അവർക്ക് മനസ്സിലായത് അതിൽ ആ ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരുപക്ഷെ അധികാരം പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ ഈ ഉരുളക്കിഴങ്ങ് കർഷകരും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർ തന്നെ നമ്മളോട് പറയുന്നതാണ്. ഇവർ വൻതോതിൽ ശേഖരിച്ചിട്ട് ഉരുളക്കിഴങ്ങിന് വില കയറ്റി മാർക്കറ്റിൽ കിട്ടാതാകുന്നു. ആ ഒരു അവസ്ഥ വരുന്നു. കർഷകർക്ക് ആദ്യം ഇവർ നല്ല വില കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, കിലോയ്ക്ക് 10 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നികേഷ് ജി പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ള അപകടം കർഷകർ മണത്തറിഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടി സിസ്റ്റം. അതായത് പഞ്ചാബിലെ ഇവിടെ വന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും എന്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അറിയോ മണ്ടി സിസ്റ്റം. അതിന് കോർപ്പറേഷന്റെ മണ്ടി ബോർഡുകളുണ്ട്, അതിന് മെമ്പർമാരുണ്ട്. ഓരോ സ്ഥലത്തും ദാന മണ്ടി എന്ന് പറയുന്ന ഓരോ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു കമ്മിറ്റിയുണ്ട്, മാർക്കറ്റ് കമ്മിറ്റി. അതിനൊരു ചെയർമാനുണ്ട്. IAS റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരുന്ന് അത് നിയന്ത്രിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സിസ്റ്റമാണ്. അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നികേഷ് ജിക്ക് അവിടുന്ന് കുറച്ച് പൈസയുമായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാം. അടുത്ത തവണ താങ്കൾ പറയും എനിക്കിത് ഇന്ന സാധനം നിങ്ങൾ ഉണ്ടാക്കി തരണം, നല്ല വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കർഷകർ അതുണ്ടാക്കും, താങ്കൾ അത് വാങ്ങിച്ചുകൊണ്ട് പോകും.
ചിലപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് താങ്കൾ മാത്രമല്ല പറയും, എനിക്കിതല്ല ജവഹർലാൽ വേണ്ടത്, നെഹ്റുവിന്റെ ഞാൻ കാലഘട്ടം മുതൽ ഒരു നിശ്ചിത അളവിന് അപ്പുറത്തേക്ക് സംഭരിക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ നിയമമാണ് എടുത്തു കളയുന്നത് ഈ കർഷക നിയമങ്ങളിലൂടെ. അതെ, അതിലൂടെ വലിയ അതെ, അതെ, തോതിൽ അതെ. കോർപ്പറേറ്റുകൾക്ക് സംഭരിക്കാൻ സാധിക്കും. അപ്പോൾ പൂഴ്ത്തിവെപ്പ് വലിയ തോതിൽ നടക്കും. ഇവിടെ ഇപ്പൊ തന്നെ വലിയ കമ്പനികളുടെ ഫുഡ് പാർക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് ഈ കർഷക മണ്ടത്തരമാ നിയമം പറയുന്നത് വന്നതോടുകൂടി വൻകിട കമ്പനികൾ ഫുഡ് പാർക്കുകൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്തിനായിരുന്നു ഇപ്പൊ ഈ ഫുഡ് പാർക്കുകളൊക്കെ വെറുതെ കിടക്കുകയാണ്? അതാണ് ഞാൻ പല സ്ഥലം, എനിക്ക് സ്ഥലത്തിന്റെ പേരുകൾ ഓർമ്മയില്ല, മുക്സർ പോലുള്ള സ്ഥലങ്ങളില് ഫുഡ് പാർക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വലിയ വലിയ കമ്പനികൾ ഗോഡൌണുകൾ പണിതിട്ടിരിക്കുകയാണ്. ഇപ്പൊ അതെല്ലാം വേസ്റ്റ് ആയി കിടക്കുകയാണ്. കാരണം ഇത് നേരത്തെ അറിഞ്ഞ് കണ്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഇത്. കോൾഡ് സ്റ്റോറേജുകൾ വൻതോതിൽ പണിത് കൂട്ടി. ഇപ്പോഴും പലപ്പോഴും പണി നിർത്തിയിട്ടിരിക്കുന്നു കോൾഡ് സ്റ്റോറേജുകളുടെ. കാരണം എന്താണ്? കർഷക നിയമം എടുത്തു കളഞ്ഞതോടെ കോർപ്പറേറ്റുകൾക്ക് മനസ്സിലായത് വില പോവില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയത്. വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും MSP മിനിമം കിട്ടാൻ വേണ്ടിയുമുള്ള കർഷകരുടെ സമരമാണിത്. ഈ കർഷകരെ എങ്ങനെയെങ്കിലും, അതായത് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷിയാണ്. എത്ര വലിയ രാജ്യമാണ്. ഇപ്പൊ ഇസ്രായേൽ ആണെങ്കിൽ പോലും ആയുധമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കൃഷി രീതി, ഈ പഞ്ചാബിൽ നിന്നൊക്കെ കർഷകരെ, ഇപ്പൊ പത്മകുമാർജി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, പാവപ്പെട്ട കർഷകരാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള മോഡേൺ കർഷക രീതികൾ പഠിച്ച വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് ഇവിടെ ഇപ്പൊ കൂടുതലും കൃഷി ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ, ട്രാക്ടറിലൊക്കെ വലിയ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് പോകുന്ന കർഷകർ, പിള്ളേർ നല്ല ഇംഗ്ലീഷ് പറയുന്നവരാണ്. അവർ കാനഡയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇത് പഠിച്ചിട്ട് വന്ന് ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്, പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇതൊക്കെ പഠിച്ച് വളരെ മോഡേൺ ആയിട്ടുള്ള കർഷകരാണ് ഇവിടെ ഉള്ളത്. അവർ പാവപ്പെട്ടവരൊന്നുമല്ല. അവരെ ആരും തെറ്റിദ്ധരിപ്പിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ കൊടിയും കൊണ്ട് എന്ന് അവർ മാറി നിൽക്കാൻ പറയും. അവിടുന്ന് കഴിഞ്ഞ കർഷക സമരത്തിൽ കണ്ടതാണ്, പലരും ഓടുന്നത് കണ്ടതല്ലേ. അപ്പോൾ അതൊന്നും തെറ്റിദ്ധരിപ്പിച്ചു എന്നൊന്നും പറയണ്ട. കാരണം ഇത് തെറ്റിദ്ധാരണയുടെ പുറത്തൊന്നും അല്ല. വരാൻ പോകുന്ന വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് യുവ കർഷകരും പഴയകാല കർഷകരും എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു അഡ്വാൻസ്ഡ് മൂവ്മെന്റ് ആണിത്. താങ്കൾക്ക് അക്കാര്യത്തിൽ എന്തോ വിയോജിപ്പുണ്ടെന്ന് തോന്നുന്നു. നോക്കൂ, നിങ്ങൾ തുറമുഖങ്ങൾ കോർപ്പറേറ്റുകൾ കൊടുത്തു, നിങ്ങൾ വിമാനത്താവളങ്ങൾ കോർപ്പറേറ്റുകൾ കൊടുത്തു, നിങ്ങൾ ഇന്ധന മേഖല കോർപ്പറേറ്റുകൾ കൊടുത്തു, നിങ്ങൾ വൈദ്യുത മേഖല കോർപ്പറേറ്റുകൾ കൊടുത്തു. കർഷകന്റെ ഇനി ഉരുളക്കിഴങ്ങും അരിയും ഗോതമ്പും കൂടെ കൊടുക്കാനുള്ള ശ്രമമല്ലേ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്? അവരുടെ പുതിയ ആവശ്യമായി അവർ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാവും. JR പത്മകുമാർ, അല്ല, ഒരു ഇച്ഛാഭംഗവും ഇല്ല. നിങ്ങൾ ഈ മീഡിയയിൽ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മിസ്റ്റർ നികേഷ്. ഏകാധിപത്യ രീതിയിലുള്ള രാജ്യമാണെങ്കിൽ ഒരു രാജ്യത്തെ ഏകാധിപതി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പോളിസിയും എല്ലാം അങ്ങ് മാറി അടുത്ത് വരുന്ന ഏകാധിപതി പുതിയ ഭരണം തുടങ്ങും. ജനാധിപത്യത്തിൽ അങ്ങനെയല്ല. ഒരു ഗവൺമെൻറ് ഒരു ഏത് ഭരണകൂടം, ഏത് പാർട്ടി ഭരിക്കുന്ന ഭരണകൂടമായാലും അടുത്ത് വരുമ്പോൾ അതിനൊരു തുടർച്ചയാണ്. അപ്പോൾ ആ തുടർച്ച അനുസരിച്ച് മുന്നേ വരുന്ന ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും അനുസരിച്ചും കൂടുതൽ പരിക്കില്ലാതെ ചിലത് മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാനുള്ള അടിമുടി. പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഞങ്ങളിത് കൊടുത്തു, നിങ്ങൾ അത് കൊടുത്തു, ഇത് കൊടുത്തു. 91 പരിഷ്കാരം തുടങ്ങിയതാ. ഈ ഇന്ത്യയിലെ അന്ന് വരെയുള്ള നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് നരസിംഹറാവു പുതിയ നയം കൊണ്ടുവന്നതാ. ആ നയം തുടർന്ന് വരുന്ന ഓരോ മേഖലയിലും ഉണ്ടാക്കി ആ ഹാഫ് ഫിനിഷ്ഡ് ആക്കി നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, തുടർന്ന് വരും. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ നമ്മുടെ ഫിനാൻസ് കമ്മീഷണർ റിപ്പോർട്ടുകൾ വരുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോഴും എങ്ങനെയാണ് അടുത്ത കുറേ വർഷത്തിലേക്ക് നമ്മൾ ഈ രാജ്യം പോകുന്നത് എന്നെ സംബന്ധിച്ചൊരു പേപ്പർ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ മണ്ടി സിസ്റ്റത്തിനെ കുറിച്ച് നോക്കൂ, കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അവന്റെ അവകാശമാണ്. അവന്റെ അവകാശം എന്ന് പറയുമ്പോൾ നമ്മള് ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ എന്നുള്ള നിലയിൽ ഒരു കർഷകന്റെ ഉൽപ്പന്നത്തിന് സബ്സിഡി ലഭിക്കും, അവന് മണ്ടി എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ലഭിക്കും. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വിൽക്കാനുള്ള ഒരു പ്രക്ഷോഭം തടഞ്ഞത്. ചോദിച്ചോളൂ സാർ. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ മണ്ടി സിസ്റ്റം ഉണ്ടോ? കേരളത്തിൽ മണ്ടി സിസ്റ്റം ഉണ്ടോ? നടപ്പിലാക്കിയിട്ടുണ്ടോ? അത്രയും വലിയ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. നിങ്ങൾ ഹരിയാനയാണ്, ഉത്തർപ്രദേശാണ്, നമ്മളിവിടെ 2, 3, 4 നെല്ല്. ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങൾ കർഷകർ അതുകൊണ്ട്
ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഈ വലിയ രീതിയിൽ നിങ്ങൾ ഈ മണ്ഡി സിസ്റ്റത്തിനെ ഇങ്ങനെ പർവ്വതീകരിക്കണമെന്ന് ഞാൻ ചോദിച്ചതാണ്. കേരളത്തിൽ കർഷകർക്ക് കാർഷിക മേഖലയിൽ ഈ മണ്ഡി സിസ്റ്റം ഉണ്ടോ? മാർക്കറ്റിംഗ് മേഖലയിൽ മണ്ഡി സിസ്റ്റം ഉണ്ടോ? ഇല്ലല്ലോ. ഈ കേരളത്തിലെ കർഷകർ പക്ഷെ പഞ്ചാബിനും ഉത്തർപ്രദേശിനും ഒക്കെ തന്നെയും അവരുടെ അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ കർഷകരെന്ന് അവർക്ക് വിപണിയിൽ നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ സിസ്റ്റം എന്താണ്? അല്ല, വിപണിയിൽ വിൽക്കാം. ഇനി JR പത്മകുമാർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? നമ്മുടെ തോന്നുന്നു നെല്ലാണ്. നെല്ലിന് എന്താ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്? നെല്ലിന് സംഭരണ വില നൽകുകയാണ്. അപ്പൊ നമ്മൾ നെല്ല് സർക്കാരിന് നേരിട്ട് വിൽക്കുന്നു, സർക്കാർ അത് കുത്തി നമ്മൾ സപ്ലൈകോയിലേക്ക് കൊടുക്കുന്നു. അല്ല, പറഞ്ഞിട്ട് പോകില്ല. ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് പറയാം. നെല്ലിന്റെ സംഭരണ വില കേരളം സംസ്ഥാനം കൊടുക്കുന്നത് എത്ര രൂപയാ? എത്ര പറയൂ? പ്രസംഗിച്ചത് നെല്ലിന് സംഭരണ കൊല കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ പറയൂ, എത്രയാണ്? എത്ര നിങ്ങൾ പറയൂ. അല്ലല്ല, നിങ്ങളല്ലേ പറഞ്ഞത് നെല്ല് അല്ലല്ല ഏറിട്ടിൽ അടിക്കാനല്ല. താങ്കൾ കേരളം സംസ്ഥാനം താങ്ങുവില കൊടുക്കുന്നു എന്ന് പറഞ്ഞോട്ടെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എത്രയാ കൊടുക്കുന്നത്? കേന്ദ്രം കൊടുക്കുന്നത് എത്രയാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താങ്ങുവില നെല്ലിന് പറയൂ. അല്ല, അത് ഞാൻ ചോദിച്ചതല്ല. കേരള സംസ്ഥാനം കൊടുക്കുന്നത് എത്ര, കേന്ദ്രം കൊടുക്കുന്നത് എത്രയാ? അല്ല, JR പത്മകുമാർ പറ, എത്ര പറയൂ. അല്ല, നിങ്ങളെ ഏറെ ഒരു ചോദ്യം ഇടുകയാണ്. നിങ്ങളെ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പാടില്ല. നിങ്ങളാ ഏറിലിട്ടത്. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൊടുക്കുന്നത് എത്ര, കേരളം കൊടുക്കുന്നത് എത്ര എന്ന് ഞാനാണ് താങ്കളോട് ചോദിച്ചിരുന്നതെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് താങ്കൾ എന്നോട് ചോദിക്കുക, എന്നിട്ട് പറയാം അതിനാ താങ്കളുടെ പോയിന്റ് ബലപ്പെടുത്താൻ വേണ്ടി. സംസ്ഥാനം താങ്ങുവില നെല്ലിന് കൊടുക്കുന്നു, കേന്ദ്രം കൊടുക്കുന്നില്ല അല്ലേ നിങ്ങൾ പറഞ്ഞത്? താങ്ങുവില എത്ര എന്നാ താങ്കൾ മനസ്സിലാക്കിയെന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രീ JR പത്മകുമാർ, കേരളത്തിലെ ഏറ്റവും താങ്ങുവില നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഒന്ന്. രണ്ട്, കേരളം ഒരു ചെറിയ ശതമാനം മാത്രമേ കേന്ദ്രം കൊടുക്കൂ. കഴിഞ്ഞതിന് കേന്ദ്രം പിന്നെ തെറ്റിപ്പോയി. അല്ലെങ്കിൽ പറഞ്ഞു 20 രൂപ 40 പൈസ 20 രൂപ 40 പൈസയിൽ കൂടുതൽ കേന്ദ്രം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞതിന് 1 രൂപ 63 പൈസ വീണ്ടും കൂട്ടിയപ്പോൾ ആ പൈസ സംസ്ഥാനം കൊടുക്കുന്നത് കുറയ്ക്കുകയാണ് ചെയ്തത്. ശരി പറഞ്ഞു. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, എന്റെ കണക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ശരി, കേരളത്തിന്റെ 7 രൂപയാണ്. കേരളത്തിന് 7 രൂപയാണ്. 21 രൂപയാണ്. അത് തന്നെ 20 രൂപ 40 പൈസ കൊടുത്തിട്ട് വീണ്ടും 1 രൂപ ചില്ലറ പൈസ കേന്ദ്രം കൂട്ടിയപ്പോൾ സംസ്ഥാനം കൊടുത്തോണ്ട് നിന്ന് കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് കേരളം കൊടുത്തിട്ടില്ല. 7 രൂപ 80 പൈസ തന്നെയാണ്. കേരളം കൊടുത്തിട്ടില്ല. തർക്കിക്കുന്നത് നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ക്ലാരിഫൈ ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ, കർഷക സമരം എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം എന്താണ് ഈ മണിക്കൂറുകളിൽ? തീർച്ചയായും 4 വർഷം മുമ്പ് വളരെ വിജയകരമായി പര്യവസാനിപ്പിച്ച കർഷക സമരം ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുനരാരംഭിക്കുകയാണ്. അവർ ന്യായമായ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആഗോളവൽക്കരണ കാലത്ത് സർക്കാരുകൾ അനുവർത്തിക്കുന്ന കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭമാണത്. ആ കർഷകരുടെ മനോവീര്യം കാണുമ്പോൾ അറിയാം അവർ പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സറണ്ടർ ചെയ്യാനോ തയ്യാറല്ല എന്ന കാര്യം. നമുക്കിപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ
കർഷകരുടെ വോട്ടുകൾ സമ്പാദിക്കുന്നതിന്, കർഷകരുടെ അനുഭാവം ആർജിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പലതും ചെയ്യുന്നുണ്ട്. ചരൺ സിംഗിന് ഭാരതരത്ന കൊടുത്തിരിക്കുന്നു, സ്വാമിനാഥന് ഭാരതരത്ന കൊടുത്തിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഇഫക്റ്റ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കർഷകരുടെ മഹാപ്രക്ഷോഭവും പ്രതിഷേധവും സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുകയാണ്. അത് ആ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയോ ഒരു ശത്രുവിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ, അതിർത്തിയിലെ ശത്രുരാജ്യത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള അടിച്ചമർത്തൽ നയമാണ് സർക്കാർ അനുവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഏതെല്ലാം പുതിയ ടെക്നോളജിയും പുതിയ രീതികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കർഷക സമരത്തെ അമർച്ച ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഈ വടക്കേ ഇന്ത്യയിലെ കർഷകരെ, കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള സാഹസത്തിലാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായി അവർക്ക് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഈ കർഷകരോട് അനുഭാവപൂർവമായ ഒരു സമീപനം അവർ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ആഗോളവൽക്കരണ കാലത്തെ നയങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമാണ് വളരെ ലളിതമായ ഉത്തരം നൽകാൻ കഴിയുന്നത്. അതുകൊണ്ട് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് താങ്ങുവില വേണം, അവർക്ക് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ സർക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ 1991 കുറിച്ച് പരാമർശമുണ്ടായി. 91 മുതൽ നമ്മൾ സ്വീകരിച്ചതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമായ നയങ്ങൾ, ആ നയങ്ങളുടെ ആകത്തുകയിലാണ് ഇപ്പോൾ സർക്കാർ കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നല്ല. സർക്കാരിന് കുമാർ ഉപയോഗിച്ച പ്രയോഗം സാർ, അത് തീർച്ചയായും ആയിരിക്കാം. കാരണം അന്ന് അവസാനിപ്പിച്ച സമരം, അന്ന് അവർക്ക് നൽകാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്ന കാര്യങ്ങൾ, അത് പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിന് ശേഷവും അപൂർണമായി നിർവഹിക്കപ്പെടാതെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പുമായി നമ്മൾ ബന്ധപ്പെടുത്തേണ്ട. ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനമില്ല, തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് അവർക്ക് നൽകിയ വാഗ്ദാനം, രേഖാമൂലം കേന്ദ്രമന്ത്രിമാർ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൽ പ്രതിഷേധിക്കുന്നതിനുള്ള അവകാശം ആ കർഷകർക്കുണ്ട്. ആ കർഷക സമരത്തെ, കർഷക മുന്നേറ്റത്തെ ഈ രീതിയിൽ അടിച്ചമർത്താൻ, അതിഭീകരമായി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ തിരിച്ചടിയും വളരെ വലുതായിരിക്കും. ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, ഇത് കർഷക സമരത്തെ സാധാരണഗതിയിൽ ബാധിക്കാറുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. അപ്പോൾ അവിടെ RLD ഒക്കെ ഉള്ള മേഖല. സാധാരണഗതിയിൽ RLD ഒക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉപയോഗിക്കാറുള്ളത് ഇത്തരം വിഷയങ്ങളാണ്. ഇത്തവണ RLD NDAയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചാബ് BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പഞ്ചാബ്, ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ മേഖല, ഇനി ഹരിയാന ആണെങ്കിൽ തന്നെയും അത് ഏതെങ്കിലും തരത്തിൽ BJPയെ ഇലക്ട്രലായി ബാധിക്കാറില്ല. ഹരിയാനയിൽ എന്ത് സംഭവിച്ചാലും കഴിഞ്ഞ തവണ ഏതാണ്ട് 60% വോട്ട് BJPക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ്, അത് അതിൻ്റെ ഒരു സാധ്യത നമ്മൾ വലുതാക്കി കാണുകയാണ്. നികേഷ് സാറേ, ഇത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ. ഇത് പത്മകുമാർ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അല്ല, ഇത് നോൺ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായ കർഷക പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ അല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. കർഷക സമരത്തിൻ്റെ അവസാനം ഗവൺമെൻറ് കർഷക സംഘടനകളുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യവും നടത്തിയിട്ടില്ല. ഇവിടെ നികേഷ് സാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ MSP ലീഗലൈസ് ചെയ്യുക, 4 ലേബർ കോഡുകൾ റദ്ദാക്കുക, ഇലക്ട്രിസിറ്റി അമെൻമെന്റ് ആക്ട് റദ്ദാക്കുക, കൃഷിക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുക, സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച് A2+FL ഫാമിലി ലേബർ ഉൾപ്പെടുത്തിയിട്ടുള്ള MSP, അതിന് പകരം C2+FL കോംപ്രിഹെൻസീവ് കോസ്റ്റ് പ്ലസ് ഫാമിലി ലേബർ ചേർത്തുകൊണ്ടുള്ള MSP മാനദണ്ഡം, ഇതെല്ലാം നടത്തുക. കഴിഞ്ഞ കർഷക സമരത്തിലുണ്ടായ കേസുകൾ പിൻവലിക്കുക. അതേസമയം തന്നെ ലഖിംപൂരിൽ ഉണ്ടായ കൃഷിക്കാരെ വെടിവെച്ച നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നോൺ പൊളിറ്റിക്കൽ സ്ട്രഗിളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഗവൺമെന്റ് നേരിടുന്നത്, സാർ, ഇന്ന് ഡൽഹിയിൽ 144 പ്രഖ്യാപിച്ചു. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് തടഞ്ഞു.
ഡൽഹിയിലേക്കുള്ള എല്ലാ നാഷണൽ ഹൈവേയിലും ഇരുമ്പ് മുള്ളുകൾ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ കർഷക സമരത്തിന്റെ വേദിയിലേക്ക് എത്താൻ വേണ്ടി നാഷണൽ ഹൈവേയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മീററ്റ് റോഡിലേക്ക് പോയപ്പോൾ 6 വരി പാതയാണ്. ആ മീററ്റ് റോഡിൽ 6 വരി പാത ഇരുമ്പ് മുള്ളുകൾ കൊണ്ട് തടഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ഈ വേദിയിൽ ചെല്ലാമായിരുന്നെങ്കിൽ ഞങ്ങൾ കിലോമീറ്ററുകളോളം ഗ്രാമങ്ങൾ കടന്ന് കൗസാമ്പി എന്ന ഗ്രാമത്തിലൂടെയാണ് ഞങ്ങൾ ഈ വേദിയിലെത്തിയത്. നാഷണൽ ഹൈവേ മുഴുവൻ ഇരുമ്പ് മുള്ളുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കർഷക സമരത്തെ ഗവൺമെന്റ് ഭയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടുത്തെ കർഷകർ ഇപ്പൊ വളരെ വളരെ സംഘടിതരാണ്. നേരത്തെ കർഷക പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുബന്ധമായിരുന്നെങ്കിൽ കഴിഞ്ഞ കർഷക സമരത്തോടുകൂടി പെസൻസ് എ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ഒരു വർഗമായിട്ട് ഇപ്പൊ അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊരു രാഷ്ട്രീയ തീരുമാനം എടുത്താൽ ഈ 3 സ്റ്റേറ്റുകളിലെ പഞ്ചാബ്, ഹരിയാന, UP തുടങ്ങിയ സ്റ്റേറ്റുകളിലെ രാഷ്ട്രീയത്തെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, പ്രത്യേകിച്ച് ഇലക്ഷനെ. ശരി, അതുകൊണ്ട് വർഗീസ് ജോർജ്, ഞാൻ മടങ്ങിയെത്താം ഒരിക്കൽ. ശ്രീ JR പത്മകുമാർ, ഇനിയിപ്പോൾ നെല്ലിൻ്റെ താങ്ങുവിലയിലേക്ക് വരാം. കേന്ദ്രം നൽകുന്നത് 21 രൂപ 20 പൈസ, കേരളം അല്ലെങ്കിൽ സംസ്ഥാനം നൽകുന്നത് 6 രൂപ 80 പൈസ. താങ്കൾ പറഞ്ഞതാണ് ശരി, കേന്ദ്രം തന്നെയാണ് ഉയർന്ന വില നൽകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താങ്ങുവില നൽകുന്ന സംസ്ഥാനം ഞാൻ പറഞ്ഞതുപോലെ കേരളം തന്നെയാണ്. കാരണം മറ്റൊരു സംസ്ഥാനവും സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് നൽകുന്നില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അല്ല, അതിൽ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് 20 രൂപ 40 പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1 രൂപ ചില്ലറ 46 പൈസ വീണ്ടും കേന്ദ്രം കൂട്ടിയത്. അപ്പോൾ കേന്ദ്രം 7 രൂപ ചില്ലറ പൈസ സംസ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നത് ഈ കൊടുത്ത പൈസ കുറച്ചിട്ട് നേരത്തെ കൊടുത്തോണ്ടിരുന്ന അതേ രീതിയിൽ കർഷകർക്ക് കൊടുത്ത കർഷക ദ്രോഹ നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ 28 എന്നത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും. അതിൽ 6 രൂപ ചില്ലറ പൈസ കൊടുക്കുന്നുള്ളൂ. നേരത്തെ 7 കൂടുതൽ കൊടുത്തിരുന്നു. അതെ, നേരത്തെ 7 രൂപ കൊടുത്തിരുന്നു, 7 രൂപയിൽ കൂടുതൽ കൊടുത്തിരുന്നു. പക്ഷെ കേന്ദ്രം നീചപ്പെടുത്തി. അതാണ് നമ്മൾ തമ്മിലുള്ള തർക്കം. വേറെ എനിക്ക് തർക്കമൊന്നുമില്ല ഈ കാര്യത്തിൽ. അതെ, അപ്പൊ നോക്കുക, ഏറ്റവും കൂടുതൽ താങ്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ താങ്ങുവില എന്നൊക്കെ പറയുമ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ താങ്ങുവില നൽകുന്ന സംസ്ഥാനം കേരളം. അങ്ങനെ അതല്ല, കേന്ദ്രം അങ്ങനെയല്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2014 വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി ഇത് കൂട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഗോതമ്പിൻ്റെ താങ്ങുവില എന്ന് പറയുമ്പോൾ കിൻഡലിന് 2275 രൂപയാണ്. അത് 2013-14 1400 രൂപയായിരുന്നു. ഇപ്പോൾ 2275 രൂപയാണ്. അതുപോലെ തന്നെ നെല്ലിൻ്റെതായാലും ശരി, അന്ന് 2013-14 അത് 1345 രൂപയാണെങ്കിൽ ഇന്ന് 2203 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ഘട്ടത്തിലും കർഷക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അത് വർദ്ധിപ്പിച്ച് വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും താങ്ങുവില കുറച്ചു കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഹലോ കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഞങ്ങളത് കർഷകരുടെ ആവശ്യമനുസരിച്ച് അത് ചെയ്യും. അതിനൊരു നിയമപരമായ പ്രശ്നം, ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിന് കുറേ ചർച്ചകൾ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയമിച്ചു. അതിൻ്റെ റിപ്പോർട്ട് വന്നു. അതിൻ്റെ നമുക്കറിയാമല്ലോ, ഒരു ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി ഇത് പ്രത്യേകിച്ചും വലിയ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിൻ്റെതായ ചില സമയങ്ങളെടുക്കും. ഞങ്ങൾ ഒരിക്കലും കർഷകർക്കെതിരല്ല, അനുഭാവപൂർവ്വം പരിഗണിക്കുക. താങ്ങുവിലയുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സബ്സിഡി നൽകുന്നുണ്ടോ? വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി സബ്സിഡി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഈ മണ്ഡി സിസ്റ്റം എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ആണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ സബ്സിഡി നൽകുന്നുണ്ട്, മണ്ഡി സിസ്റ്റം അവിടെ ഉണ്ട്. ഒരു മിനിറ്റ് സാർ. പക്ഷേ അലക്സ് സുനിൽ, ഈ MSP എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. ആ MSP ലീഗലൈസ് ചെയ്യണം, അതിനൊരു നിയമ പ്രാബല്യം വേണം എന്നുള്ളതിൻ്റെ മാത്രം മുറവിളിക്കായി ഡൽഹിയിൽ പാർലമെൻറ്റ് ഇനി ഇല്ലാത്ത ഒരു സമയത്ത്, പാർലമെൻറ്റ് സമ്മേളനം ഇനി ചേരാത്തൊരു സമയത്ത് ട്രാക്ടറുമായി കർഷകർ വരുന്നതിൻ്റെ യുക്തി എന്താണ്? അതായത് ഇപ്പോഴ് ഈ ഗവൺമെന്റ് ഏതാണ്ട് ഗവൺമെന്റ് ടൈം അവസാനിക്കാൻ പോവുകയാണ്. അവർക്കറിയാം ഇനി വരുന്ന കാലഘട്ടത്തിൽ, അത് ഞാനിപ്പോ ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇനി ഒരുപക്ഷെ മോദിജി ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ഇവിടെ ഈ MSP ഉണ്ടാവില്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
ഉള്ള സമയത്ത് ഇത് നിയമപരമായിട്ട് ആക്കിയെടുത്ത് എന്തെങ്കിലും നേടാനുള്ള ഒരു തത്രപ്പാടിലാണ് കർഷകർ ഇപ്പോൾ. അതായത് ഭാവിയെ പറ്റി കർഷകർക്ക് നല്ല ബോധ്യമുണ്ട്. അവർക്കറിയാം ഇപ്പോഴെന്തെങ്കിലും ചെയ്താലേ നടക്കുകയുള്ളൂ എന്നറിയാം. അല്ല എങ്കിൽ ഇനിയിപ്പോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതേ ഒരു സിറ്റുവേഷനാണ് അവർ നേരിടാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കണ്ടല്ലേ, ഒന്നുമില്ലാഞ്ഞിട്ട് യുദ്ധസന്നാഹങ്ങളാണ് ഡൽഹി മുഴുവൻ ഒരുക്കിയിരിക്കുന്നത്. പാവപ്പെട്ട കർഷകർ, അതായത് വൈകുന്നേരം കഴിക്കാനായിട്ട് നമ്മൾ ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അന്നം തരുന്ന അത് കൃഷി ചെയ്തുണ്ടാക്കുന്ന കർഷകനെ നേരിടാൻ പാറ്റൻ ടാങ്ക് വരെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ നിന്നുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭീതി ജനിക്കുകയാണ്. അവിടേക്കും പോകാൻ പോലും പേടിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റിനോട് ഇങ്ങനെ അത് ചോദിച്ചാൽ വളരെ സമാധാനമായിട്ട് നടത്തുന്ന ഒരു സമരമാണ്. അതായത് ഒരു ടൈം അവസാനിക്കാൻ പോകുമ്പോൾ ആ ഒരു ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാനായിട്ട് നിർബന്ധിതരാകുന്നില്ല എങ്കിൽ അത് ഇപ്പൊ തന്നെ കോഡ് ഓഫ് കോണ്ടക്ട് തന്നെ വരാൻ പോവാണ്. അതിനു മുമ്പെങ്കിലും ആ ഗവൺമെന്റിന് അത് ഇത് പാസ്സാക്കി എടുക്കാനായിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ നാണംകേടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച്, BJP ഗവൺമെന്റിനെ സംബന്ധിച്ച് നാണംകേടാണ്. അവര് പറഞ്ഞ ഒരു കാര്യം, അവര് വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവനം കൊണ്ട് അവര് രക്ഷപ്പെട്ടത്. ഒരു കണക്ക് പറഞ്ഞ കർഷകരുടെ അടുത്ത് ഞാൻ ജീവനം കൊണ്ട് തന്നെ അങ്ങനെയല്ല, ഡൽഹി മുഴുവൻ വിറപ്പിച്ച ഒരു സമരത്തെ അവരെങ്ങനെയെങ്കിലും അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തി കർഷകരെ പറഞ്ഞു വിട്ടു. ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അവരോട് ചോദിക്കാൻ വേണ്ടിയാണ് കർഷകർ അവിടെ വന്നിരിക്കുന്നത്. അത് തന്നെയാണ്, അല്ലാതെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മുമ്പ് ആരോ സൂചിപ്പിച്ചതുപോലെ, നികേഷ് ജിയാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചത്, സംഘപരിവാറിന്റെ അനുകൂല സംഘടനകൾ പോലും, കർഷക സംഘടനകൾ പോലും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. UP-യിലുള്ള പല സംഘടനകളും ഇതിനകത്തുണ്ട്. നിങ്ങൾ ആ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെയൊക്കെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്, ആരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുകൂലമോ അല്ലെങ്കിൽ UP-യിലെ മറ്റു ഓപ്പോസിറ്റ് കക്ഷികളുടെ അനുകൂല സംഘടനകളോ ഒന്നും അല്ല ഈ കർഷക സംഘടനകൾ എന്ന് പറയുന്നത്. അവർ ഇൻഡിപെൻഡന്റ് ആണ്. അവരോടൊപ്പം ഈ സംഘപരിവാറിന്റെ ചായ്വുള്ള അല്ലെ RSS ചായ്വ് അല്ലെ BJP ചായ്വുള്ള സംഘടനകൾ ഇതിനകത്തുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഇപ്പം ഇന്നലെ നടന്ന സംഭവങ്ങൾ കണ്ടില്ലേ, ഇവിടെ BJP-യും അകാലിദളും തമ്മിൽ ഇന്നലെ തെറ്റിപ്പിരിഞ്ഞു. അവര് രണ്ടുപേരും കൂടെ പഞ്ചാബിലെ ഒന്നിച്ച് ഇലക്ഷൻ നേടാനായിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു. അത് തെറ്റിപ്പിരിഞ്ഞ കാരണം എന്നാണ്, അകാലിദൾ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാമെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നലെ പഞ്ചാബിൽ ആ വലിയൊരു പ്രശ്നം ഉണ്ടായി. BJP-യും അകാലിദളും തമ്മിലുള്ള ചർച്ച അലസിപ്പിരിഞ്ഞത്. അപ്പൊ ഇതിനകത്തില് കർഷകർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളുന്നു. ഇവിടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ചുമതല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് കൊണ്ട് രാഷ്ട്രീയക്കാർ അതിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുള്ള സത്യമാണ്. അതിന്റെ അർത്ഥം അത് രാഷ്ട്രീയക്കാരാണ് ഈ സമരം ഉണ്ടാക്കുന്നതെന്നല്ല. തീർച്ചയായിട്ടും പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. നോക്കൂ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദിയെ കൊണ്ട് തിരുത്തിക്കാൻ കഴിഞ്ഞ ഏക കാര്യം കർഷക നിയമമാണ്. ആ 3 കർഷക നിയമങ്ങളും പിൻവലിപ്പിക്കാൻ വലിയ ബഹുജന പ്രക്ഷോഭം കൊണ്ട്, വലിയ കർഷക സമരം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, വീണ്ടും അവർ ദില്ലിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ കൊണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു ഏകാധിപത്യ സ്വഭാവമുള്ള സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാൻ കഴിയുക എന്ന തോന്നലാണല്ലോ ഉള്ളത്. പാർലമെൻറ്റിൽ ഒന്നും നടക്കുന്നില്ല. പാർലമെൻറ്റിൽ എന്തായാലും ബില്ലുകൾ സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നതായി നമുക്കറിയില്ല. ഏതെങ്കിലും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിക്ക് ആ ബില്ലുകൾ വിടുന്നതായി നമുക്കറിയില്ല. പിന്നെ രണ്ടാമത്, കോടതികൾ എടുക്കുന്ന പല തീരുമാനങ്ങളോടും വിയോജിപ്പുകളുണ്ട്. മൂന്നാമത്, എക്സിക്യൂട്ടീവ് ജനവിരുദ്ധമാണ് എന്നുള്ള തോന്നൽ ഈ കർഷകർക്കുണ്ട്. അപ്പോൾ ബഹുജന പ്രക്ഷോഭം മാത്രമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നഗരത്തെയും നാടിനെയും ഒക്കെ തന്നെയും മരവിപ്പിച്ച് നിർത്തുന്ന രീതിയിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് മാത്രമാണ് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ തീരുമാനമെടുപ്പിക്കാൻ കഴിയുക എന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, നികേഷ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. പ്രത്യക്ഷത്തിൽ ഭരണഘടനാ വിരുദ്ധം, ജനാധിപത്യ വിരുദ്ധം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ധാരാളം നടപടികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാശ്മീരിനെ സംബന്ധിക്കുന്ന 370, പൗരത്വ നിയമ ഭേദഗതി, അങ്ങനെ എത്രയോ നിയമങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതെല്ലാം ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിൻ്റെ പങ്കാളിത്തമോ സഹകരണമോ സാന്നിധ്യം പോലുമോ ഇല്ലാതെ അവർ പാസ്സാക്കിയെടുക്കുന്നു അവർക്ക് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ കർഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അവർക്ക് വാഗ്ദാനം ചെയ്ത ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭ്യമാകേണ്ടതായ നിയമനിർമ്മാണം പാർലമെന്റ് അവസാനിച്ചതിന് ശേഷവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരിപ്പോൾ ഈ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഇനി പാർലമെന്റ് സമ്മേളിക്കാതിരിക്കുന്ന അവസ്ഥ, ഇനി പാർലമെന്റ് ഇല്ല, ഇനി പുതിയ പാർലമെന്റ് വരണം. ആ ഘട്ടത്തിൽ അവരാവശ്യപ്പെടുന്ന നിയമനിർമ്മാണം എങ്ങനെ സാധ്യമാകും? അപ്പോൾ വീണ്ടും ഉറപ്പ് കൊടുക്കാൻ കഴിയുമായിരിക്കാം, വീണ്ടും ഒരു രേഖയുണ്ടാക്കാൻ കഴിയുമായിരിക്കാം. അതിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുമോ? ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരിപ്പോൾ ഇത്രയും ത്യാഗസന്നദ്ധരായി ഈ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കേന്ദ്ര സർക്കാരിനും ആ സർക്കാരിന്റെ പാർട്ടിക്കും BJPക്കും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കർഷകർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് ന്യായമല്ല എന്ന് സർക്കാരിനോ BJPക്കോ പറയാൻ കഴിയില്ല. കാരണം അവർ തന്നെയാണ് ഒരു ഉടമ്പടിയുടെ രൂപത്തിലുള്ള രേഖ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അത് പാലിക്കപ്പെട്ടില്ല. അത് വലിയ ഒരു വിശ്വാസ ലംഘനമാണ്, വാഗ്ദാന ലംഘനമാണ്. ഇനി അത് തിരുത്താനും കഴിയില്ല, കാരണം ഇനി പാർലമെന്റ് ഇല്ല. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കാം ഇതിന്റെ പര്യവസാനം എന്നിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതിന്റെ ആഘാതത്തിൽ നിന്ന് BJPക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആ തിരിച്ചറിവ് ആ പാർട്ടിക്കും ഉണ്ടായിട്ടുണ്ടാകണം. ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, ഒന്നാം സമരത്തിൽ 2020 മുതൽ സംഭവിച്ചുകൊണ്ടിരുന്ന 2020 മുതൽ ഒരു വർഷം നീണ്ടു നിന്ന കർഷക സമരത്തിൽ കോവിഡ് മൂലം പലരും മരിച്ചു. അതുപോലെ ചൂടും തണുപ്പുമേറ്റ് പലതരം രോഗങ്ങൾ വന്ന് പല കർഷകരും മരിച്ചു. നിരവധി പേർ മരിച്ചിരുന്നു. അന്ന് പാർലമെന്റിൽ ഒരു ചോദ്യം വന്നിരുന്നു, എത്ര പേരാണ് കർഷക സമരത്തിനിടെ മരിച്ചത് എന്ന്. സർക്കാരിൻ്റെ രേഖകളിൽ ഒന്നുമില്ല എന്നാണ്. പിന്നീട് ഒത്തുതീർപ്പുണ്ടായപ്പോൾ കർഷക സമരത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാം എന്നുള്ള നിലയിലേക്ക് ഗവൺമെൻറ് വഴിമാറുകയും ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ത്യാഗസന്നദ്ധരായിട്ടാണ് അവരിപ്പോൾ പഞ്ചാബിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉത്തർപ്രദേശ് വഴി ഹരിയാന വഴി എത്താൻ പോവുകയാണ്. അവരൊക്കെ തന്നെ വീട് വിട്ടിറങ്ങുമ്പോൾ, ഈ സമരത്തിന് വീട് വിട്ടിറങ്ങുമ്പോൾ നാളെയോ മറ്റന്നാളോ തിരിച്ചെത്തുമെന്ന് പറഞ്ഞിട്ടല്ല ഇറങ്ങുന്നത്. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ തന്നെ പിടിക്കാവുന്ന ഒരു സമരത്തിനാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ആ നിലയിൽ ത്യാഗസന്നദ്ധരായവർക്ക് പിന്നെ സ്വാഭാവികമായും സർക്കാർ മുട്ടുമടക്കേണ്ടി വരുമല്ലോ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക്. ഇത്തവണ അത്രയും വലിയൊരു സമരത്തിനാണോ കാര്യങ്ങൾ ഒരുങ്ങുന്നത്? അതെ, കേവലം ത്യാഗസന്നദ്ധ മാത്രമല്ല നികേഷ് സാർ. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഡൽഹിയിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തേക്കുള്ള എല്ലാ ഭക്ഷ്യധാന്യ കരുതലുമായിട്ടാണ് അവരെ എത്താൻ ട്രക്കുകളുമായിട്ട് നീങ്ങിയിരിക്കുന്നത്. ഇതിൽ കേവലം ഇവരുടെ ഒരു ത്യാഗസന്നദ്ധയ്ക്ക് അപ്പുറത്ത് ഇതിനകത്തൊരു സോഷ്യോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ ഒരു പഠനം വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ പരമ്പരാഗതമായ കാർഷിക വൃത്തി ചെയ്തിരുന്ന വീടുകളിൽ നിന്ന് പുതിയ തലമുറ ചെറുപ്പക്കാരെല്ലാം IT, BTech, MTech, ഡിപ്ലോമ തുടങ്ങിയ മേഖലകളിലേക്ക് പോയി, ആഗോളവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും ഫലമായി. പക്ഷെ അവർ നഗരത്തിൽ ചെന്നപ്പം അവർക്ക് BTechകാർക്ക് 8000 രൂപയൊക്കെയാണ് ശമ്പളം കിട്ടുന്നത്. വാടക കൊടുക്കാൻ പോലും അവർക്ക് നിവൃത്തിയില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു നാട്ടിൽ തിരിച്ചു പോകാം. എല്ലാവർക്കും മിനിമം 5 ഏക്കർ ഭൂമിയുണ്ട്. അവർ നാട്ടിൽ തിരിച്ചു വന്ന് കൃഷിഭൂമിയിലേക്ക് തിരിച്ചു വന്നു. അതിനെയാണ് അവർ റിട്ടേൺ മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് വിലയും കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ജോലി ഉപേക്ഷിച്ച് വന്ന യുവാക്കൾക്ക് കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കാനും നിവൃത്തിയില്ല. അതുകൊണ്ട് അവരുടെ സർവൈവലിന്റെ പ്രശ്നമാണ്. ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ പരമ്പരാഗത കൃഷിക്കാർ മാത്രമല്ല, കുടുംബസമേതം BTechക്കാരും ITക്കാരും MTechക്കാരും മുഴുവൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ അവർ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകും. അതിന് രാഷ്ട്രീയമായ പ്രത്യാഘാതം ഉണ്ടെന്ന് BJPക്ക് അറിയാം. നോൺ പാർട്ടി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ആണ്, നോൺ പാർട്ടി കിസാൻ മൂവ്മെന്റ്സ് ആണ് ഇത് നയിക്കുന്നതെങ്കിലും ഇവിടെ സഭാ സാർ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അകാലിദൾ തന്നെ BJP മുന്നണിയിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണ്? ഈ കാർഷിക നിയമം വന്നപ്പോൾ മന്ത്രിസഭയിലെ മിസസ് കൗറ രാജിവെച്ചുകൊണ്ടാണ് BJPയുടെ മുന്നണിയിൽ നിന്ന് പോയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. അതായത് ഒരിക്കൽ അകാലിദൾ ഈ 3 കാർഷിക നിയമങ്ങളുടെ കാര്യത്തിനകത്ത് BJP മുന്നണിയിൽ നിന്ന് പോകുന്നു, വീണ്ടും അടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കർഷക സമരം വരുന്നു. ഇപ്പൊ രാജസ്ഥാനിൽ BJP ആണല്ലോ വീണ്ടും ജയിച്ചത്. പക്ഷേ കേവലം 2 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇന്ന് രാജസ്ഥാനിലെ കർഷക സംഘടനകൾ യോഗം ചേർന്നിട്ട് പറഞ്ഞത് അവർ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇത് രാജസ്ഥാനിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡൽഹിയിലാണ് ഇവരെല്ലാം ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹരിയാന പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഡോക്ടർ വർഗീസ് ജോർജ്. അതായത്
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിലോ മധ്യപ്രദേശിലോ ഒക്കെ തന്നെയും രാജസ്ഥാനിലോ ഒക്കെ തന്നെയും കോൺഗ്രസ് ജയിച്ചത് കർഷകരുടെ വലിയ പിന്തുണയോടുകൂടിയാണ്. പക്ഷേ പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ മാർജിനിൽ വിജയിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഛത്തീസ്ഗഡിലൊക്കെ കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഈ തരത്തിലുള്ളൊരു വികാരം ഉണ്ടെങ്കിൽ ജയിക്കേണ്ടതായിരുന്നു, പക്ഷെ ജയിച്ചിട്ടില്ല. ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് വിലയിരുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് നിലവിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആ നിലയിലുള്ള ഒരു വികാരം ഉണ്ടതായി അറിവില്ല. അല്ല, പക്ഷെ ഇവരുടെ കർഷക സമരത്തിൽ ഇന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം, ഇവരുന്നയിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നേടാതെ ഇവർ തിരിച്ചു പോകത്തില്ലെന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് അതുകൊണ്ടാണല്ലോ ഇവരെ അടിച്ചമർത്തുന്നത്. ഒരു പെസൻ സ്ട്രഗിളിനെ അടിച്ചമർത്തിയാൽ പിന്നെ നികഴ്ച അവർ വോട്ട് ചെയ്യുമോ? ഇവരെല്ലാം സാമ്പ്രദായികമായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന് വെച്ചോ. ഹരിയാനക്കാരാണല്ലോ, ഖത്തറിന്റെ ഗവൺമെന്റ് ആണല്ലോ കഴിഞ്ഞ കുറെ കാലമായിട്ട്. പക്ഷെ ഈ സമരത്തെ ഈ രീതിയിലാണ് നേരിടേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കർഷകരുടെ മാത്രം വോട്ടിനെ അല്ല ബാധിക്കുക, രാജ്യത്തിന്റെ ആകെ വോട്ടിനെ ബാധിച്ചേക്കാമെന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്. ഒരു ചെറിയ ഇടവേള കൂടി സൃഷ്ടിച്ചിരുന്നു നരേന്ദ്രമോദി. അതിലുണ്ടായിട്ടുള്ള വിള്ളലാണ് 2020 കർഷക സമരം. വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2024 BJPയേക്കാൾ വലിയ ബ്രാൻഡായി നരേന്ദ്രമോദി ഉയർന്നു നിൽക്കുകയാണെന്നാണല്ലോ സർവേ ഫലങ്ങൾ വെളിവാക്കുന്നത്. നോക്കൂ, ആ ഘട്ടത്തിൽ ഒരു ഇമേജിൽ വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് നിങ്ങൾ ഒരു ആശങ്കയോടുകൂടി കാണുന്നുണ്ടോ? ഇമേജ് അല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ കർഷകരുടെ ക്ഷേമവും അവരുടെ പുരോഗതിയാണ് ലക്ഷ്യം, അല്ലാതെ ഇമേജിൻ്റെ കാര്യം അതിൽ വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരിക്കലും കർഷക വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. കഴിഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബഡ്ജറ്റിൽ തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് നീക്കി വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്. കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചതും അതിന് 1 ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാത്രം നീക്കി വെച്ചതും ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്. കാർഷിക മേഖലയിൽ എന്തെല്ലാം സൗകര്യങ്ങൾ അവർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ്, ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിന്, അതുപോലെ താങ്ങുനില വർദ്ധിപ്പിക്കുന്നതിന് എല്ലാം ഞങ്ങളുടെ നിലപാട് കർഷകർക്ക് അനുകൂലം തന്നെയാണ്. പിന്നെ കർഷക സമരത്തിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാനും കഴിഞ്ഞ റിപ്പബ്ലിക് നമുക്ക് കണ്ടല്ലോ, 20 ജാനുവരി 26 എന്താണ് നമ്മുടെ ഡൽഹിയിൽ നടന്നതെന്ന് കണ്ടല്ലോ. അത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ആരെങ്കിലും അതുപോലെ അക്രമം നടത്തി ആരെങ്കിലും നമ്മുടെ വഴിക്ക് നയിക്കാമെന്നുള്ള രീതിയിൽ ആരെങ്കിലും ആ രീതിയിൽ പ്രേരിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവരെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടുക ചെയ്യും. അതിനുള്ളൊരു പ്രിക്കോഷൻ മാത്രമാണ്. ഞങ്ങൾ ഒരിക്കലും കർഷകർക്കെതിരായി വെടിവെക്കാനോ കർഷകർ മോശപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു ചിന്തയിലോ പ്രവർത്തിക്കുന്നതല്ല. അവരുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 വട്ടം ചർച്ച കഴിഞ്ഞത്. ഇനിയും ചർച്ച അടുത്ത ചണ്ഡീഗഡിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അവർക്ക് എല്ലാവർക്കും കൂടി സ്വീകാര്യമായ ഒരു ഇഷ്യൂ വരുമ്പോൾ 2 പക്ഷത്തിനും അഭിപ്രായമുണ്ടാവും. അതിനൊരു കോമൺ പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാം അംഗീകരിച്ചു കൊടുക്കാനും എല്ലാവരെയും എതിർക്കാനും കഴിയില്ലല്ലോ. ആ ഒരു സ്വാഭാവികമായ ഒരു അനുനയത്തിൻ്റെ പാത തന്നെയാണ് BJP എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഈ പ്രശ്നത്തിലും അത് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരു കർഷക വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല. പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ അലക്സ് സുനിൽ. ഇപ്പോൾ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കർഷക സമരത്തിന്റെ പേരിൽ അക്രമം അനുവദിക്കാനാകില്ല. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു കർഷക സംഘടനയുടെ നേതാവ് എന്ന പേരിൽ ഒരാൾ വലിഞ്ഞു കയറി ഇന്ത്യയുടെ കൊടി അഴിച്ചു മാറ്റി കർഷക സംഘടനയുടെ ഒരു ഖലിസ്ഥാൻ സ്വഭാവമുള്ള കർഷക സംഘടനയുടെ കൊടി കുത്തിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയാൾ പിന്നീട് വളരെ ദുരൂഹമായ രീതിയിൽ അപകടത്തിൽ മരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അത് അഡ്വാൻറ്റേജ് BJP ആയിരിക്കും എന്ന കാര്യത്തിൽ താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുകയാണ്. നികേഷ് ജി, ഇതിനകത്ത് ഇതൊക്കെ വളച്ചൊടിക്കപ്പെടുന്ന കുറെ സത്യമാക്കാൻ ശ്രമിക്കുന്ന കുറെ കള്ളങ്ങളാണ്. ദീപ് സിദ്ധു എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അന്ന് അവിടെ പതാക ഉയർത്തി എന്ന് പറയുന്നു. അത് ഖാലിസ്ഥാൻ സ്വഭാവമുള്ള പതാക അല്ല. എന്തായാലും അവിടെ ഒരു പതാക ഉയർത്തിയത് തെറ്റ് തന്നെയാണ്. കാരണം അത് ഈ ദീപ് സിദ്ധുവിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ നമുക്കറിയാം ഏത് സംഘടനയുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നതെന്നും എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം മരിച്ചുപോയി, വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചുപോയി. ഇന്ന് വരെ തെളിയപ്പെട്ടിട്ടുമില്ല. അതിന്റെ പിന്നിൽ ആരാണെന്ന് പോലും അന്വേഷിക്കാനായിട്ട് ഇത്രയും വലിയൊരു ഗവൺമെന്റ് ഉണ്ടായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരത് അന്വേഷിക്കുന്നുമില്ല. അതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെറിയ വിവാദങ്ങളൊക്കെ ആയി തീർന്നു. അത് വിട്ടുപോട്ടെ. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് കർഷകര്, കിസാൻ എന്ന് പറയുന്നവര് ഒരു മനുഷ്യരെയും ദ്രോഹിക്കാൻ വേണ്ടി പോകുന്നവരല്ല. ഞാൻ ഇനി ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ പഞ്ചാബിലുള്ള കർഷകരുടെ വീടുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മിനിമം 4 ആണുങ്ങൾ ഉണ്ടെങ്കിൽ 4 തോക്ക് അവിടെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഓൾ ഇന്ത്യ ലൈസൻസ് വരെയുള്ള ഗണ്ണുകളാണ് അവർ യൂസ് ചെയ്യുന്നത്.
അവരുടെ എല്ലാ വീടുകളിലും ഉണ്ട്. ഏതാണ്ട് 90%, ഏതാണ്ട് 80% ആളുകളുടെ കയ്യിൽ ആയുധങ്ങളുള്ളവരാണ്. ഏതെങ്കിലും ഒരു കർഷകന് നിയമം കയ്യിലെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്ടറിന്റെ അടിയിലോ അല്ലെങ്കിൽ വെച്ചിട്ട് ഈ തോക്കുമായിട്ട് ഈ പഞ്ചാബിന്റെ അതിർത്തി കടന്നതായിട്ട് നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഘർഷത്തിൽ അവർ തോക്കെടുത്തോ? അവരൊരു വടി പോലും എടുത്തിട്ടില്ല. അവരെ വെടിവെക്കാൻ വന്ന തോക്ക് അവർ പിടിച്ചു വാങ്ങിച്ചു കൊടുക്കാതിരുന്ന കഥകൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ആക്രമണ സ്വഭാവം ഒന്നും പറയണ്ട. കാരണം പഞ്ചാബികളെ സംബന്ധിച്ച് അവർ വാൾ ഉപയോഗിച്ച് വെട്ടാനും തട്ടാനും ഒക്കെ അവർക്ക് അറിയാം. അവർ പരിശീലനം നേടിയവരാണ്, അവർ കൊണ്ടു നടക്കുന്നവരാണ്. ആരും എടുത്ത് ഞങ്ങളാരും കണ്ടില്ല. ഞാനിവിടെ ഉള്ള ആളാണ്, ഞാൻ ഈ കർഷക സമരത്തിൽ പോയി പങ്കെടുത്ത ആളാണ്, കോൺഗ്രസിന്റെ നേതാക്കളുടെ കൂടെ പോയ ആളാണ്, എല്ലാം ചെയ്താൽ ഞാൻ ഇതുവരെ കണ്ടില്ല. അവർ ധരിച്ചിരിക്കുന്ന ആയുധം പോലും അവർ ഉറയിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല. പിന്നെ എന്ത് ആക്രമണം ഉണ്ടായെന്നാണ് പറയുന്നത്? കേരളത്തിൽ ഒരു സമരം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ബസ്സുകളിലെ ചില്ലാണ് ഒരു 10 പേര് കൂടി തല്ലി പൊട്ടിച്ച് കളയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതെല്ലാം സ്ഥലത്ത് പഞ്ചാബിൽ ഏതെങ്കിലും ഒരു വണ്ടി തകർത്തോ? ഞങ്ങൾ അതിനിടയ്ക്കൂടെ വണ്ടികൾ ഓടിച്ചു പോകുന്നവരാണ്. ഒരു കർഷകനും ഒരു വണ്ടിയും തടഞ്ഞിട്ടില്ല, ആരെയും തല്ലിക്കൊന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് പോകുമ്പോൾ അവർ വഴിയൊരുക്കി തന്നിട്ടേ ഉള്ളൂ. അപ്പൊ കർഷകർ സമാധാനപരമായി നടത്തുന്ന സ്ഥലത്ത് നിയമം കയ്യിലെടുക്കുമെന്ന് നിങ്ങൾ ഒരു മുൻവിധിയോടുകൂടി പറഞ്ഞിട്ട് ആ സമരത്തെ ആ ഒരു ദേശവിരുദ്ധമായിട്ട് വരുത്താനുള്ള നിങ്ങളുടെ ആ ഒരു പ്രായോഗിക ബുദ്ധിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അബദ്ധവും കർഷകർ കാണിക്കില്ല. അവർക്ക് അതിനുള്ള ആവശ്യമില്ല. ഇവിടെ അവർ ന്യായമായ അവസാനമായി ആവശ്യം അലക്സ് സുനിൽ, ഉന്നയിക്കുന്നത്. താങ്കൾ അവിടുത്തെ PCC ജനറൽ സെക്രട്ടറി കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പടിഞ്ഞാറൻ UP-യിൽ എങ്ങനെ ബാധിക്കും, ഉത്തർപ്രദേശിലാകെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ അപ്പുറത്തേക്ക് ഇത് ഏറ്റവും കുറഞ്ഞത് പഞ്ചാബിലെങ്കിലും ഗുണം കിട്ടുമോ? പഞ്ചാബിൽ കോൺഗ്രസ് ഉണ്ടോ? ഒരു സീറ്റോ മറ്റോ കൊടുക്കാമെന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞതായി കേട്ടിട്ടുള്ളത്. അല്ല, അത് ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത് ഇവരുടെ ബി ടീം തന്നെയാണ്. മോദി BJP-യുടെ BJP-യുടെ ബി ടീമാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അവരെന്തുകൊണ്ട് ഈ കോൺഗ്രസ് ഈ ചതി ഇവിടെ മനസ്സിലാക്കിയതാണ്. കോൺഗ്രസ് അങ്ങനെ ഞങ്ങള് അവരുടെ കൂടെ മത്സരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് നിലവിൽ 8-9 സീറ്റുണ്ട്. ആ സീറ്റുകൾ പോലും തരാതെ അവർക്ക് ഒരെണ്ണം തരാം, അത് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള പതിപ്പ് എന്താണെന്നുള്ളത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിലുണ്ടായ സംഭവങ്ങളൊക്കെ മറന്നു. അതൊരു തരംഗമായിരുന്നു. എന്തൊക്കെയോ പറ്റി. ഇപ്പോഴാ MLA-മാരെ പോലും കാണാനില്ല. ചിലർ ഫേസ്ബുക്ക് ലൈവുമായിട്ടിരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ആകെ ജനങ്ങൾക്കുള്ള ഒരു ആശ്വാസം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി സൗജന്യം കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ കാനഡയിൽ മക്കളുള്ള വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവരുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടുകൾക്കും അത് കിട്ടുന്നുണ്ട്. അത് ഒരു അടിസ്ഥാനപരമായ കാര്യം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ട് സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയല്ല. 7-8 പേരുള്ള പാവപ്പെട്ട വീടുകളിൽ കറണ്ടിന്റെ ഉപയോഗം കൂടുതലാണ്. അവർക്ക് വൈദ്യുതി ഫ്രീ അല്ല. അത് 4 മക്കള് ഗൾഫിൽ അല്ലെങ്കിൽ കാനഡയിലുള്ള ഒരു വൃദ്ധരായിട്ടുള്ള ദമ്പതികാർ താമസിക്കുന്ന വീട്ടില് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്. അത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലൊന്നുമല്ല, അതിന്റെ ഒരു അളവുകളൊന്നും എടുത്തിട്ടല്ല ഈ ആം ആദ്മി സർക്കാർ അതൊന്നും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആം ആദ്മി സർക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ അടിത്തറ പറ്റിക്കുവാൻ വേണ്ടി ഞാൻ ഇതിനു മുമ്പ് പല ചർച്ചയിലും അല്ല, ഒരു സാധ്യതയില്ല അല്ലെ ആം ആദ്മി പാർട്ടിയുമായിട്ടൊന്നും ഒരു സഖ്യത്തിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. മുന്തിരിങ്ങ കിട്ടാത്ത മുന്തിരിങ്ങ സഖ്യത്തിൽ മത്സരിക്കില്ല ഒരിക്കലും. സഖ്യത്തിൽ അത് വർഗീസ് ജോർജിന് കുറച്ച് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സുനിൽ അലക്സ്, വർഗീസ് ജോർജ്, JR പത്മകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നന്ദി സഹകരിച്ചതിന്.